ഈ ഭൂവദനം കാണണം, ഈ നിലാവ് കൊള്ളണം, ഈ കുളിൽ അലിയണം. മുഹമ്മദ് എന്ന കുളിരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അലിഞ്ഞു നിൽക്കണം. അങ്ങനെ അലിഞ്ഞു നിൽക്കാൻ കഴിയാതെ പോകുമോ? ഇനി ഞാൻ മരിച്ചുപോയിട്ട് സ്വർഗം കിട്ടിയാൽ എന്നാണ് ആ മനുഷ്യന്റെ ചോദ്യം. സ്വർഗം കിട്ടിയാൽ, അങ്ങനെ തന്നെയാണ് ആ സ്വഹാബി ചോദിച്ചത്, സ്വർഗം കിട്ടിയാൽ പിന്നെ നബിയെ അങ്ങേ കിട്ടാതെ പോകുമോ? എന്താ അതിന് കാരണം? അള്ളാഹുവിന്റെ റസൂൽ റഫീഖുൽ അലയിലായിരിക്കും എന്ന് പറയുന്നു. അർ-റഫീഖുൽ അല, അർ-റഫീഖുൽ അല എന്ന് പറഞ്ഞാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതും. ഉന്നതരായ കൂട്ടുകാരുള്ള സ്വർഗം. അപ്പോൾ നബിയെ, എന്നെ പോലെ ഒരു പാവപ്പെട്ട സഹാബി, എന്നെ പോലെ ഒരു അനുയായിക്ക് അങ്ങയുടെ ഉന്നത വൃന്ദത്തിന്റെ അടുക്കലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ സ്വർഗത്തിൽ എത്തിയിട്ട് എന്തു കാര്യം എന്ന് ചോദിച്ചു ആ മനുഷ്യൻ. അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, അല്ല, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം മൂത്തുപോയാൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയപ്പെട്ട എല്ലാവരുടെയും കൂടെ ഉണ്ടാകും. പ്രവാചകന്മാരും സാലിഹീങ്ങളും ശുഹദാക്കളും